എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റാൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കണേ. തുടക്കത്തിലെ തന്നെ നിങ്ങൾ ലൈവ് ചേഞ്ചസ് കണ്ടോ? എന്താണ് കാര്യമെന്ന് പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ചർമ്മം എപ്പോഴും തിളക്കമായിട്ടും നല്ല ക്ലീൻ സ്കിന്നായിട്ടും ഇരിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ചർമ്മം നല്ല തിളക്കത്തോടുകൂടി നല്ല ക്ലീൻ സ്കിന്നാക്കാനും വെറും ഒരു ദിവസം കൊണ്ട് സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. തിരക്കുകൾ കൊണ്ട് നമുക്ക് പലർക്കും നമ്മുടെ സ്കിൻ ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ട് ചർമ്മമൊക്കെ നിറമെല്ലാം കുറഞ്ഞ് സ്കിന്നൊക്കെ വല്ലാതാവുന്ന സാഹചര്യം പലർക്കുമുണ്ട്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊന്ന് ചെയ്തു നോക്കണേ. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചർമ്മം നല്ലപോലെ വെട്ടിത്തിളങ്ങാനും നല്ല ക്ലീൻ സ്കിന്നാക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഫേസിൽ ഇട്ടതിന് ശേഷം ഫേസിൽ നിന്ന് റിമൂവ് ആക്കുമ്പോൾ കാണുന്ന ഒരു തിളക്കം ഉണ്ടല്ലോ, അത് മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇടയ്ക്കൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. വേണ്ട, നമുക്ക് ആ ഒരു കിടിലൻ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചന്ദനത്തിന്റെ പൊടിയാണ് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ. അതിനുശേഷം അതിലേക്ക് ചേർത്തത് മുൾട്ടാണി മിട്ടി പൗഡർ 1 ടേബിൾ സ്പൂൺ. നമ്മൾ പിന്നെ ഡെയിലി ഉപയോഗിക്കുന്ന പൗഡർ ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പച്ചപ്പാല് 1.5 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. പച്ചപ്പാല് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ പൊടികളൊക്കെ ഞാൻ മിക്സ് ആക്കി എടുക്കുകയാണ്. ഈ പാക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം ഫേസിൽ. ഇപ്പം നിങ്ങൾക്ക് എവിടെയാണ് നിറം വെക്കേണ്ടത് അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് അടിപൊളി സംഭവമാണ് ഇത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കണം, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ. വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാനായിട്ട് നോക്കരുത്. ഡെയിലി സ്കിൻ കെയറിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ്. അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ഇട്ട് കാണിക്കുന്നത് എൻ്റെ കൈകളിലേക്കാണ്. കൈകളിലേക്ക് ഇട്ട് ഒരു നോർമൽ രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ഇത് നമുക്ക് ഇട്ടതിന് ശേഷം ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കും തോറും സ്കിന്നിൻ്റെ സെല്ലുകളിലേക്ക് നല്ല പോലെ ഇറങ്ങിച്ചെല്ലും. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടുന്നതാണ്. നിങ്ങൾ കണ്ടോ, ഇട്ട ഉടനെ തന്നെ സ്കിന്നിൻ്റെ സെല്ലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ. അങ്ങനെ 3 മിനിറ്റിന് ശേഷം ഞാൻ തുടച്ചിട്ടുള്ള മാറ്റമാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല പോലെ ആ ഒരു സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടോ. ആ ഒരു ഭാഗത്തുണ്ടായ ടാനും ഒക്കെ മാറ്റി സ്കിൻ നല്ല പോലെ വെളുക്കാനായിട്ട് എനിക്ക് സാധിച്ച്. നിങ്ങൾ കാണുമ്പോൾ തന്നെ ആ ഒരു മാറ്റം മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. സംഭവം കിടുവാണ്. കണ്ടല്ലോ, ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയതൊക്കെ 100% ആണ് റിസൾട്ട്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. നിങ്ങളുടെ ഫേസിന് നല്ല തിളക്കം വെക്കാൻ ഇതിലും വലിയ മാർഗം സ്വപ്നത്തിൽ മാത്രമാണ്. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.